ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. പാലപ്പിള്ളിയിൽ തുടർച്ചയായി രണ്ടാം ദിവസവും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. കന്നാറ്റുപാടം സർക്കാർ സ്കൂളിന് സമീപത്താണ് പുലിയിറങ്ങിയത്. തൃശൂരിലെ ആവേശം മോഡൽ ഗുണ്ടാ പാർട്ടിയുടെ ദൃശ്യങ്ങൾ പരിശോധിച്ച് പോലീസ്. കാപ്പ ചുമത്തപ്പെട്ട പ്രതികൾ ആരെങ്കിലും പാർട്ടിയിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. ഒറ്റമഴ കൊണ്ട് ചാലക്കുടി ടൗൺ ഹാൾ കെട്ടിടത്തിലെ കടമുറികളിൽ വെള്ളം കയറി. അശാസ്ത്രീയമായ നിർമ്മാണ ജോലികളാണ് കാരണമെന്ന് പറയപ്പെടുന്നു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. പാലപ്പിള്ളിയിൽ തുടർച്ചയായി രണ്ടാം ദിവസവും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. കന്നാറ്റുപാടം സർക്കാർ സ്കൂളിന് സമീപത്താണ് പുലിയിറങ്ങിയത്. പശുക്കുട്ടിയെ കൊന്നത് പുലിയാണെന്ന് സ്ഥലത്തെത്തിയ വനപാലകർ സ്ഥിരീകരിച്ചു. ജനവാസ മേഖലയിൽ തുടർച്ചയായി പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ കൊല്ലുന്നത് പതിവായതോടെ നാട്ടുകാരും ഭീതിയിലാണ്. പുലി ആക്രമിച്ചു കൊന്ന പശുക്കുട്ടിയുടെ ജഡം സ്കൂളിന് സമീപത്തെ റബ്ബർ തോട്ടത്തിലാണ് കണ്ടെത്തിയത്. നിരവധി കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന്റെ മതിലിനോട് ചേർന്ന് 20 മീറ്റർ മാത്രം മാറിയാണ് പശുക്കുട്ടിയുടെ ജഡം കണ്ടത്. ഇത് രക്ഷിതാക്കളിൽ കടുത്ത ഭീതിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ നിന്ന് 100 മീറ്റർ മാറിയാണ് കഴിഞ്ഞ ദിവസം പുലി പശുക്കുട്ടിയെ കൊന്നത്. ഒരാഴ്ചക്കിടെ ഇത് 3ാം തവണയാണ് പ്രദേശത്ത് പുലി ഇറങ്ങുന്നത്. 2 ആഴ്ച മുൻപ് ഇതുവഴി പോയ കാർ യാത്രക്കാരൻ പകർത്തിയ റോഡ് മുറിച്ചു കിടക്കുന്ന പുലിയുടെ ദൃശ്യങ്ങൾ വാർത്തയായിരുന്നു. തോട്ടം തൊഴിലാളികളും ആദിവാസികളും തിങ്ങിപ്പാർക്കുന്ന മേഖലയിൽ പുലിയിറങ്ങി ഭീതി പരത്തിയിട്ടും വനംവകുപ്പ് കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്നാണ് ആക്ഷേപം. പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അധികൃതർ തയ്യാറാവുന്നില്ലെന്നാണ് ആരോപണം. മീഡിയ ടൈം, പുതുക്കാട്. വെറ്റിലപ്പാറയിൽ വിനോദസഞ്ചാരികൾക്ക് ഭീഷണിയായി തെരുവ് നായ്ക്കൾ. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ സിൽവർ സ്റ്റോൺ പാലത്തിന് മുകളിലും സമീപ പ്രദേശങ്ങളിലും തെരുവ് നായ ശല്യം രൂക്ഷമാകുന്നു. നാട്ടുകാർക്ക് ഭീഷണിയായി 10ഓളം നായ്ക്കളാണ് ഇവിടെ തമ്പടിച്ചിരിക്കുന്നത്. തുമ്പൂർ മൊഴി മുതൽ അതിരപ്പള്ളി വരെയുള്ള ഭാഗങ്ങളിലാണ് തെരുവ് നായ ശല്യം കൂടുതലായുള്ളത്. വിനോദസഞ്ചാരികളും നാട്ടുകാരും പലപ്പോഴും ഭാഗ്യം കൊണ്ട് മാത്രമാണ് കടിയേൽക്കാതെ രക്ഷപ്പെടുന്നത്. പകലെന്നോ രാത്രിയെന്നോ ഇല്ലാതെ റോഡരികിൽ തങ്ങുന്ന ഇവയുടെ ശല്യം മൂലം ഇരുചക്രവാഹന യാത്രികരാണ് അപകടത്തിൽപ്പെടുന്നത്. ഏറെയും ഈ മേഖലയിൽ ബൈക്കിന് കുറുകെ ചാടിയ തെരുവ് നായ്ക്കളെ ഇടിച്ച് നിരവധി ആളുകൾക്ക് അപകടം സംഭവിച്ചിട്ടുണ്ട്. റോഡിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന നായ്ക്കൾ വാഹനങ്ങളുടെ മുൻപിലേക്ക് ചാടി വീഴുകയും വാഹനങ്ങളുടെ പിന്നാലെ കുരച്ചു കൊണ്ടോടുകയും ചെയ്യുന്നത് പതിവാണ്. പാലത്തിന്റെ നടപ്പാതയിൽ തെരുവ് നായകൾ കിടക്കുന്നത് കാണാതെ ഇവയുടെ വാലിലും കാലിലുമെല്ലാം അബദ്ധത്തിൽ ആളുകൾ ചവിട്ടുമ്പോൾ ഇവ കുരച്ചു ചാടുന്നതും പതിവാണ്. വിനോദസഞ്ചാരികൾ റോഡരികിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ച ശേഷം ഉപേക്ഷിക്കുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ തിന്നാനായാണ് നായ്ക്കൾ എത്തുന്നത്. ഇവ നാട്ടുകാരുടെ കോഴി, ആട് തുടങ്ങിയ വളർത്തുമൃഗങ്ങളെയും ആക്രമിച്ചു കൊല്ലാറുണ്ട്. നായകൾ തമ്മിലും പരസ്പരം കടികൂടുന്നതും ഇവിടെ പതിവാണ്. പലപ്പോഴും ഇവിടെയുള്ള നാട്ടുകാരാണ് ആളുകൾക്ക് കടിയേൽക്കാതെ നായകളെ വിരട്ടി ഓടിക്കുന്നത്. തെരുവ് നായ്ക്കൾ മൂലം അപകടങ്ങൾ പതിവായിട്ടും പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് വ്യാപകമായി പരാതി ഉയരുന്നുണ്ട്. മീഡിയ ടൈം, ചാലക്കുടി. തൃശൂരിലെ ആവേശം മോഡൽ ഗുണ്ടാ പാർട്ടിയുടെ ദൃശ്യങ്ങൾ പരിശോധിച്ച് പോലീസ്. കാപ്പ ചുമത്തപ്പെട്ട പ്രതികൾ ആരെങ്കിലും പാർട്ടിയിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. പ്രാഥമിക പരിശോധനയിൽ കഞ്ചാവ് കേസ് പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സംഭവത്തിൽ വിശദമായ പരിശോധന നടത്താനുള്ള തീരുമാനത്തിലാണ് പോലീസ്. കാപ്പ പ്രതികൾ ഇക്കൂട്ടത്തിലുണ്ടോ എന്ന കാര്യമാണ് പോലീസ് പ്രധാനമായി പരിശോധിക്കുന്നത്. അങ്ങനെയെങ്കിൽ കൂടുതൽ നടപടികളിലേക്ക് പോകുമെന്ന് പോലീസ് അറിയിച്ചു. പാർട്ടിയുടെ റീൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ചർച്ചയാകുകയും ചെയ്യുന്നുണ്ട്. ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതിനെ തുടർന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് പ്രാഥമിക അന്വേഷണം നടത്തി റിപ്പോർട്ട് ഉന്നത ഉദ്യോഗസ്ഥർക്ക് നൽകിയിരുന്നു. ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ സന്തോഷത്തിൽ കൊലക്കേസ് പ്രതി അനൂപാണ് തൃശൂരിൽ പാർട്ടി സംഘടിപ്പിച്ചത്. ആവേശം സിനിമ മോഡൽ പാർട്ടിയിൽ ഗുണ്ടകൾ ഉൾപ്പെടെ 60 പേരാണ് പങ്കെടുത്തത്. വിചാരണ തടവുകാരനായ അനൂപ് ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ സന്തോഷത്തിലാണ് ഗുണ്ടാ സംഘം പാർട്ടി നടത്തിയത്. തൃശൂർ കുറ്റൂരിലെ പാടശേഖരത്തായിരുന്നു കുപ്രസിദ്ധ ഗുണ്ടകളടക്കം ആളുകളെ പങ്കെടുപ്പിച്ച പാർട്ടി. അനൂപിനെ വലിയ ആരവത്തോടെയാണ് സുഹൃത്തുക്കൾ സ്വീകരിച്ചത്. കഴിഞ്ഞ മാസം അവസാനം നടന്ന പാർട്ടിയിലെ ആഘോഷം ഇവർ തന്നെയാണ് ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത്. മീഡിയ ടൈം, തൃശൂർ. ഒറ്റമഴ കൊണ്ട് ചാലക്കുടി ടൗൺ ഹാൾ കെട്ടിടത്തിലെ കടമുറികളിൽ വെള്ളം കയറി. അടുത്ത കാലത്ത് നടത്തിയ അശാസ്ത്രീയമായ നിർമ്മാണ ജോലികളാണ് കാരണമെന്ന് പറയപ്പെടുന്നു. ഒരു വേനൽ മഴയിൽ ഇങ്ങനെ വെള്ളം കയറിയപ്പോൾ കാലവർഷത്തിൽ കട മുങ്ങിപ്പോകുന്ന അവസ്ഥയാണെന്ന് വ്യാപാരികൾ പറഞ്ഞു.
കെട്ടിടത്തിന്റെ താഴെ നടുത്തളം പോലെയായിരുന്നു. ടൈലുകൾ പൊട്ടിപ്പൊളിഞ്ഞപ്പോൾ ലക്ഷങ്ങൾ മുടക്കി ടൗൺ ഹാൾ കെട്ടിടം നവീകരിക്കുകയായിരുന്നു. താഴത്തെ ഭാഗത്ത് നടുത്തളം മാറ്റി അവിടെ മണ്ണിട്ടുയർത്തി ടൈൽ വിരിച്ചു. ടൈൽ വിരിച്ചപ്പോൾ വെള്ളം ഒലിച്ചു പോകുവാൻ സാധിക്കാതെ വന്നതോടെ താഴത്തെ നിലയിൽ പ്രവർത്തിക്കുന്ന പെയിന്റ് കടയിലും മറ്റും വെള്ളം കയറുകയായിരുന്നു. വെള്ളം ഒലിച്ചു പോകുന്നതിനായി മതിയായ നിരപ്പില്ലാത്ത അവസ്ഥ വരികയും മഴ പെയ്ത വെള്ളം കെട്ടിക്കിടന്ന് കടകളിലേക്ക് കയറുകയുമായിരുന്നു. വ്യാപാരികൾ ചേർന്ന് വെള്ളം കളയുവാനുള്ള ശ്രമത്തിലാണ്. ചെറിയ ഒരു വേനൽ മഴയിൽ ഇങ്ങനെ വെള്ളം കയറിയപ്പോൾ കാലവർഷത്തിൽ കട മുങ്ങിപ്പോകുന്ന അവസ്ഥയാണെന്ന് വ്യാപാരികൾ പറഞ്ഞു. അടിയന്തരമായി പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ നഗരസഭാ അധികൃതർ തയ്യാറാവണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടു. മീഡിയ ടൈം, ചാലക്കുടി. തെരുവ് വിളക്കുകൾ ക്രമവൽക്കരിക്കുന്നത് സംബന്ധിച്ച കാര്യം ചർച്ച ചെയ്യാൻ വിഷയം അജണ്ട ചേർത്ത് പ്രത്യേക യോഗം ചേരാൻ ചാലക്കുടി നഗരസഭാ കൗൺസിൽ തീരുമാനം. നഗരസഭ പണമടച്ചിട്ടും തെരുവ് വിളക്കുകൾ KSEB ക്രമവൽക്കരിക്കാത്തത് സംബന്ധിച്ച് അന്വേഷണം നടത്താനും കൗൺസിലിൽ നിർദ്ദേശമുയർന്നു. 2022-23 പദ്ധതിയിൽ ഉൾപ്പെടുത്തി 295 തെരുവ് വിളക്കുകൾ ക്രമവൽക്കരിക്കാനായി ചാലക്കുടി നഗരസഭ 10,72,000 രൂപ KSEBയിൽ അടച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൽ 135 തെരുവ് വിളക്കുകൾ ഇനിയും ക്രമവൽക്കരിച്ചിട്ടില്ല. പുതിയ തെരുവ് വിളക്കുകൾ സ്ഥാപിക്കാൻ 4,75,000 രൂപയും നഗരസഭ അടച്ചിട്ടും ഈ പ്രവൃത്തികളും പൂർത്തിയാക്കിയിട്ടില്ലെന്നും യോഗത്തിൽ ആരോപണമുയർന്നു. ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാനായി വിഷയം അജണ്ടയിൽ ഉൾപ്പെടുത്തി കൗൺസിൽ ചേരാമെന്ന് ചെയർമാൻ അറിയിച്ചു. 18-19 തീയതികളിൽ പൊതുജന പങ്കാളിത്തത്തോടെ ശുചീകരണ പ്രവർത്തികൾ നടത്താനും കൗൺസിൽ തീരുമാനിച്ചു. നഗരസഭാ ചെയർമാൻ എബി ജോർജ് അധ്യക്ഷനായി. മീഡിയ ടൈം, ചാലക്കുടി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പുത്തഞ്ചിറ മണ്ഡലം കർഷക കോൺഗ്രസ് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് മാർച്ചും ധർണയും നടത്തി. പ്രതിഷേധ മാർച്ച് കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രവി പോലുവളപ്പിൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് സുഭാഷ് പനങ്ങാടൻ അധ്യക്ഷത വഹിച്ചു. പുത്തഞ്ചിറ പുഞ്ചപ്പാട് ശേഖരങ്ങളിൽ കനത്ത ചൂട് മൂലം കൃഷിനാശം സംഭവിച്ച നെൽ കർഷകർക്ക് അടിയന്തര നഷ്ടപരിഹാരം അനുവദിക്കുക, കരിങ്ങാച്ചിറയിൽ ഉപ്പുവെള്ളം കയറാതിരിക്കുന്നതിന് സ്ഥിര സംവിധാനം ഏർപ്പെടുത്തുക, ഉഴവ് സബ്സിഡി അനുവദിക്കുക, ജാതിവാഴ കർഷകർക്ക് നഷ്ടപരിഹാരം അനുവദിക്കുക, തരിശുനിലം പണിയുന്നതിനുള്ള ആനുകൂല്യങ്ങൾ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. കൃത്യസമയത്ത് ഉപ്പുവെള്ളം കയറാതിരിക്കുന്നതിന് വേണ്ടിയുള്ള കരിങ്ങാച്ചിറ ബണ്ട് കൃത്യസമയത്ത് നിർമ്മിക്കാതിരിക്കുന്നതുകൊണ്ട് കനാലിലേക്ക് ഉപ്പുവെള്ളം കയറിയത് മൂലം കർഷകർക്ക് അതിരൂക്ഷമായ ജലക്ഷാമം അനുഭവപ്പെടുകയും 100 ഏക്കർ സ്ഥലത്തെ നെൽകൃഷി പൂർണ്ണമായും ഉണങ്ങി നശിക്കുകയും ചെയ്തു. ഇതുമൂലം കർഷകർക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. കൂടാതെ കർഷകർക്ക് കൃത്യസമയത്ത് ലഭിച്ചുകൊണ്ടിരുന്ന ഉഴവുകൂലി സബ്സിഡിയും തരിശു നിലങ്ങൾ പണിയുന്നതിനുള്ള സബ്സിഡിയും നാളിതുവരെയായിട്ടും അനുവദിച്ചിട്ടില്ലെന്നും കർഷകർ ആരോപണം ഉന്നയിച്ചു. ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാന സർക്കാരിനുണ്ട്, നമ്മുടെ പഞ്ചായത്തിനുണ്ട്. ഈ വെള്ളം കയറി ഉപ്പുവെള്ളം കയറി കൃഷി നശിച്ച കർഷകർ ഇന്ന് വളരെയധികം ദുരിതത്തിലാണ്. ഇന്ന് കർഷകർ കടക്കണി മൂലം ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നു. കൃഷിയിൽ നിന്ന് യാതൊരു വരുമാനവും കർഷകർക്ക് കിട്ടുന്നില്ല. നമുക്കറിയാം, ഭക്ഷണം കഴിക്കാതെ ജീവിക്കാൻ സാധിക്കില്ല. ഈ ഭക്ഷ്യോൽപ്പന്നം ഉണ്ടാക്കി തരുന്നത് കർഷകരാണ്. അപ്പൊ കർഷകരെ സഹായിക്കേണ്ട കടമ സർക്കാരിനാണ്. കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KN സജീവൻ, നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സാനി ചക്കാലക്കൽ, സംസ്ഥാന സെക്രട്ടറി KN ഗോവിന്ദൻകുട്ടി, സംഘടനാ നേതാക്കളായ TP പരമേശ്വരൻ നമ്പൂതിരി, VA നദീർ, MP സോണി, ജോപി മങ്കിടിയാൻ തുടങ്ങിയവർ സംസാരിച്ചു. മീഡിയ ടൈം, മാള. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂരിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ നഗരസഭാ യോഗം വിളിച്ചു ചേർത്തു. വിഷയത്തിൽ അനുകൂലമായ തീരുമാനമുണ്ടാകുന്നതിനായി MLA-മാരുൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ, ജില്ലാ കളക്ടർ, ദേശീയപാത അധികൃതർ, കരാറുകാർ തുടങ്ങിയവരുടെ യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനമായി. CI ഓഫീസ് ജംഗ്ഷനിൽ ക്രോസിംഗ് അനുവദിക്കുക, വെള്ളം സുഗമമായി ഒഴുകിപ്പോകുന്നതിനായി വിസ്തൃതിയുള്ള കാന നിർമ്മിക്കുക തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായാണ് കൊടുങ്ങല്ലൂരിൽ നഗരസഭാ ചെയർപേഴ്സന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നത്. വിഷയത്തിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകുന്നതിനായി MLA-മാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ, ജില്ലാ കളക്ടർ, ദേശീയപാത അധികൃതർ, കരാറുകാർ തുടങ്ങിയവരുടെ യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചു. ക്രോസിംഗ് ഉൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും വരെ CI ഓഫീസ് സിഗ്നൽ ജംഗ്ഷനിൽ ദേശീയപാതയുടെ നിർമ്മാണം നിർത്തിവെക്കണമെന്നും ദേശീയപാത നിർമ്മാണത്തെ തുടർന്ന് പ്രദേശത്ത് വെള്ളക്കെട്ടുണ്ടാകുമെന്ന ആശങ്ക പരിഹരിക്കണമെന്നും യോഗത്തിൽ ആവശ്യം ഉന്നയിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KS കൈസാബ്, ലത ഉണ്ണികൃഷ്ണൻ, LC പോൾ,
ON ജയദേവൻ, പ്രതിപക്ഷ നേതാവ് TS സജീവൻ, കൗൺസിലർമാരായ രശ്മി ബാബു, പരമേശ്വരൻകുട്ടി, ധന്യ ഷൈൻ, രശ്മി ബാബു, നഗരസഭാ സെക്രട്ടറി വൃജ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ CC വിപിൻ ചന്ദ്രൻ, KP സുനിൽകുമാർ, വേണു വെണ്ണറ, എലിവേറ്റഡ് ഹൈവേ കർമ്മസമിതി പ്രതിനിധികളായ അഡ്വക്കേറ്റ് അൻസാർ, PG നൈജി, KP സുമേധൻ, ഡോക്ടർ സജിത്, സുരേഷ്, ജയൻ, സുശീൽ കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഇനി നാട്ടിൽ നടന്നത്. ചാലക്കുടിയിൽ കാണാതായിരുന്ന പോലീസുകാരനെ കണ്ടെത്തി. തൃശൂർ ആളൂർ പോലീസ് സ്റ്റേഷനിലെ സീനിയർ CPO സലേഷിനെയാണ് കണ്ടെത്തിയത്. തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ നിന്നാണ് സലേഷിനെ കണ്ടെത്തിയത്. സംഭവത്തിൽ ചാലക്കുടി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സലേഷിനെ 8 ദിവസത്തിനു ശേഷം തഞ്ചാവൂരിൽ നിന്ന് കണ്ടെത്തിയത്. തായ്വാനിൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ് പരിയാരം വേളൂക്കര സ്വദേശി മരിച്ചു. വേളൂക്കര വട്ടോലി വീട്ടിൽ അന്തോണിയുടെയും ആനയുടെയും മകൻ അനീഷാണ് മരിച്ചത്. ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ 2ാം നിലയിൽ നിന്നും താഴെ വീഴുകയായിരുന്നു. ചന്ദ്രാപിന്നിയിൽ കാറും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് 5 പേർക്ക് പരിക്ക്. പിക്കപ്പ് വാനുണ്ടായിരുന്ന മതിലകം സ്വദേശിയായ അഭിറാം, കൊറ്റകുളം സ്വദേശി യദുകൃഷ്ണ, പെരിഞ്ഞനം സ്വദേശി അനന്തകൃഷ്ണ, കാറിലുണ്ടായിരുന്ന കൊച്ചി സ്വദേശി മീന ബിജി ജോബ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ചളിങ്ങാട് ശിഹാബ് തങ്ങൾ ആംബുലൻസ് പ്രവർത്തകർ മോഡേൺ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് വൈകിട്ട് 4 മണിയോടെ ചന്ദ്രാപിന്നി ഹൈസ്കൂൾ റോഡിന് സമീപം ദേശീയപാതയിലായിരുന്നു അപകടം. ഇടിയുടെ ആഘാതത്തിൽ പിക്കപ്പ് വാൻ മറിഞ്ഞു. പൂപ്പത്തി സോയു സ്റ്റാർ സോക്കർ ഗ്രൗണ്ടിൽ വീണ്ടും പന്തുരുളും. സോയു സ്റ്റാർ സോക്കർ ഫെസ്റ്റ് അണ്ടർ-17 ടൂർണമെന്റ് മെയ് 17 ആരംഭിക്കും. 16 ടീമുകൾ മത്സരിക്കും. 17, 18, 19 തീയതികളിൽ രാവിലെ 8 മണി മുതൽ 9 വരെയും വൈകിട്ട് 5 മണി മുതൽ 6 വരെയുമാണ് മത്സരങ്ങൾ നടക്കുന്നത്. 19 രാവിലെ 9 മണി മുതൽ 10 മണി വരെ സെമി ഫൈനൽ മത്സരവും വൈകിട്ട് 5 ഫൈനൽ മത്സരവും നടക്കും. തൃശൂർ ജില്ലയിലെ പ്രമുഖ അണ്ടർ-17 ടീമുകൾ പങ്കെടുക്കും. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുഴൂർ യൂണിറ്റ് വാർഷിക പൊതുയോഗം നടത്തി. കുഴൂർ വ്യാപാര ഭവനിൽ നടന്ന യോഗം വ്യാപാരി വ്യവസായി തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് PJ വർഗീസ് അധ്യക്ഷത വഹിച്ചു. KI നജാഹ്, KP വിൽസൺ കണ്ടംകുളത്തെ, ഫെബിൻ തട്ടിയിൽ, ബിനീഷ് ഊക്കൻ തുടങ്ങിയവർ സംസാരിച്ചു. അപ്പോളോ ടയേഴ്സ് സ്റ്റാഫ് ആൻഡ് വർക്കേഴ്സ് യൂണിയൻ INTUC ജനറൽ ബോഡി യോഗവും യാത്രയപ്പ് സമ്മേളനവും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. പേരാമ്പ്രയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി പോൾ, വൈസ് പ്രസിഡന്റ് ബിജോയ്, വർക്കിംഗ് പ്രസിഡന്റ് ആഞ്ചലോ പൊന്തക്കൻ, വൈസ് പ്രസിഡന്റ് എൽസൺ കുഞ്ഞപ്പൻ, ഡയസ് മാളിയേക്കൽ, ഷിൻഡോ പഴയാറ്റിൽ, ഷെറിൻ പൗലോസ് എന്നിവർ നേതൃത്വം നൽകി. മേളകലാ സംഗീത സമിതിയുടെ ആഭിമുഖ്യത്തിൽ കുറുംകുഴൽ വിദ്വാൻ കൊടകര ശിവരാമൻ നായർ അനുസ്മരണവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു. സമിതി പ്രസിഡന്റ് ഉണ്ണി പോറോത്ത് അധ്യക്ഷത വഹിച്ചു. മുതിർന്ന വാദ്യകലാകാരൻ കല്ലേങ്ങാട്ട് ബാലകൃഷ്ണൻ ശിവരാമൻ നായരുടെയും ഛായാചിത്രത്തിനു മുൻപിൽ ദീപം തെളിയിച്ചു. കൊടകര ഉണ്ണി അനുസ്മരണ പ്രഭാഷണം നടത്തി. കണ്ണമ്പത്തൂർ വേണുഗോപാൽ, ഓടത്ത് രാമു, വിജിൽ മേനോൻ, വിനോദ് നന്ദിപുലം എന്നിവർ പ്രസംഗിച്ചു. കാടുകുറ്റി കുടുംബശ്രീയിലെ തട്ടിപ്പ് നടത്തിയവർക്കെതിരെ ക്രിമിനൽ നടപടി നിയമപ്രകാരം കേസെടുക്കണമെന്നും കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ള മുഴുവൻ പേർക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കണമെന്നും പണം നഷ്ടപ്പെട്ടിട്ടുള്ള മുഴുവൻ പേരുടെയും പണം മടക്കിക്കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് BJP കാടുകുറ്റി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. BJP കൊരട്ടി മണ്ഡലം പ്രസിഡന്റ് സജീവ് പള്ളത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. SNDP യോഗം പറവൂർ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ദർശനോത്സവം മെയ് 18, 19 തീയതിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 18 ശനിയാഴ്ച രാവിലെ 11 SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ദർശനോത്സവം ഉദ്ഘാടനം ചെയ്യും. മന്ത്രി P രാജീവ് ദർശനോത്സവ സന്ദേശം നൽകും. 19 വൈകിട്ട് 3 നടക്കുന്ന സമാപന സമ്മേളനം യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. യൂണിയൻ പ്രസിഡന്റ് CN രാധാകൃഷ്ണൻ, സെക്രട്ടറി ഷൈജു മനക്കപ്പടി, യോഗം ഡയറക്ടർ PS ജയരാജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. തനിമ കലാസാഹിത്യവേദി തൃശൂർ ജില്ലാ കൾച്ചറൽ സമ്മിറ്റിന്റെ ഭാഗമായി സർഗസന്ധ്യ അരങ്ങേറി. നഗരസഭാ കൗൺസിലർ VM ജോണി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് സജിദിൽ മുജീബ് അധ്യക്ഷത വഹിച്ചു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റും സാഹിത്യകാരനുമായ RP മേനോനെ ചടങ്ങിൽ ആദരിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി നവാബ് കോവിലകത്ത്, ചാപ്റ്റർ രക്ഷാധികാരി അനസ് നദവി, എറിയാട് ചാപ്റ്റർ പ്രസിഡന്റ് ഹവ, കൾച്ചറൽ സമ്മിറ്റ് കൺവീനർ ഫൈസൽ വലിയാറ, പ്രോഗ്രാം കൺവീനർ റഷീദ് സുഫ, റെയിംസ്, മുജീബ് റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു.
കൊടകര കണ്ടംകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ 11ാമത് ദശാവതാരം ചന്ദനം ചാർത്ത് മഹോത്സവത്തിന്റെയും പ്രഭാഷണ പരമ്പരയും ഭാഗമായി ചൊവ്വാഴ്ച അങ്കമാലി തോട്ടാമറ്റം നാരായണൻ നമ്പൂതിരി ഭഗവത് വിഗ്രഹത്തിൽ പരശുരാമ അവതാരം ചന്ദനം ചാർത്തി. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ശ്രീ പാർത്ഥസാരഥി ഭജന മണ്ഡപത്തിൽ വച്ച് നടന്ന പ്രഭാഷണ പരമ്പരയിൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ ശശികല സനാതനധർമ്മത്തിന്റെ ഈ കാലഘട്ടത്തിലെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. പാലപ്പിള്ളിയിൽ തുടർച്ചയായി 2ാം ദിവസവും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. കന്നാറ്റുപാടം സർക്കാർ സ്കൂളിന് സമീപത്താണ് പുലിയിറങ്ങിയത്. തൃശൂരിലെ ആവേശം മോഡൽ ഗുണ്ടാ പാർട്ടിയുടെ ദൃശ്യങ്ങൾ പരിശോധിച്ച് പോലീസ്. കാപ്പ ചുമത്തപ്പെട്ട പ്രതികൾ ആരെങ്കിലും പാർട്ടിയിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. ഒറ്റമഴ കൊണ്ട് ചാലക്കുടി ടൗൺ ഹാൾ കെട്ടിടത്തിലെ കടമുറികളിൽ വെള്ളം കയറി. അശാസ്ത്രീയമായ നിർമ്മാണ ജോലികളാണ് കാരണമെന്ന് പറയപ്പെടുന്നു. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.